പതുക്കെ പതുക്കെ. എന്താ ഇത്? രാമോൻ ഇപ്പൊ ഇടത്തും വലത്തും അകമ്പടികളായല്ലോ. ഇവന്റെ ഓരോ തമാശകൾ കേട്ടങ്ങനെ നടക്കുകയായിരുന്നു. എന്തൊക്കെയുണ്ട് നാണിയമ്മ വിശേഷങ്ങള്? വിശേഷം നിനക്കല്ലേ? ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് രണ്ടാളും കൂടി തുള്ളിച്ചാടി പോണ കണ്ടു. ഏതാൾക്കാരുടെ കാര്യ പറയണേ? വാസന്തിയും ലക്ഷ്മിയും. അല്ലാണ്ടാരാ? ഫോട്ടോ എടുക്കാനോ? എവിടേക്കാ? ബംഗ്ലാവിലേക്ക്. കണ്ണു കൊടുക്കുന്ന ആളുടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് തോമസ് മുതലാളി പറഞ്ഞു. എന്താ കുട്ടികളുടെ ഒരു സന്തോഷം. നീ ഭാഗ്യവാനാടാ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തുണ കിട്ടുമോ നിനക്ക്? കണ്ണെടുക്കുന്നതിൽ ഒരു പേടിയില്ല ആ കുട്ടിക്ക്. എന്തിനാ പേടിക്കണേ? ഇരുമെയ്യാണെങ്കിൽ ഇവരൊന്നല്ലേ. കൃഷ്ണേട്ടാ, ഞാൻ ബംഗ്ലാവ് വരെ ഒന്ന് പോയിട്ട് വരാം. ആയിക്കോട്ടെ മുതലാളിയെ എനിക്ക് ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. എന്തിനാ? അങ്ങേര് ബൂർഷോ എന്നല്ലേ നീ പറയാറ്? ബൂർഷോയെ കാണാൻ നീ പോകണ്ട. നീ ഇങ്ങോട്ട് വാ. നീ ചെല്ലേ. ഓ പതുക്കെ സൂക്ഷിച്ച്. ഇവിടെ വാ. പറഞ്ഞു വരുമ്പോ രണ്ടും ഒരു വർഗമാണല്ലോ ബൂർഷോ. പണം കൊടുത്തിട്ട് അവൾ എന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. ഷീ ഈസ് ബിഹേവിംഗ് ടോട്ടലി ഇൻഡിഫറന്റ്. ഡോണ്ട് വറി, ഐ വിൽ മാനേജ്. ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്ന ഡാഡി എങ്ങനെ അറിഞ്ഞാ പിന്നെ? ഒരു ഈച്ച പോലും അറിയില്ല. പക്ഷേ നീ ചെയ്യുന്ന കോടികളുടെ ഉപകാരത്തെക്കാൾ വലുതാണ് തോമാച്ചൻ ചെയ്യുന്നത്. അത് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. എന്ത് വേണമെങ്കിലും ശരിയാക്കി തരാം. വെയിറ്റ്. എന്തു പറ്റി? ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോ അവൻ വല്ല അബദ്ധവും കാണിച്ചോ? പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും വന്നതല്ല. ചില കാര്യങ്ങൾ പറയാൻ വന്നതാ. നോക്ക്, നീ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. വിനോദിന് നിന്നോടൊരു ഇഷ്ടം തോന്നി. സത്യം പറഞ്ഞ ആർക്കും നിന്നോടൊരു ഇഷ്ടം തോന്നും. അത്രയ്ക്ക് മിടിക്കുക നീ. നിയന്ത്രിക്കാൻ പറ്റാതെ വന്നപ്പോ അവനൊരു അബദ്ധം കാണിച്ചു. കാണിച്ചത് തെറ്റായി പോയി. പക്ഷെ അതിന്റെ പേരിൽ നീ ഇനി വല്ല പ്രശ്നവും ഉണ്ടാക്കിയാൽ, പുറത്താരെങ്കിലും ഈ വിവരം അറിഞ്ഞാൽ, നീ നിന്റെ അമ്മയെ അനുജനുമൊക്കെ ജീവനോടെ കത്തിച്ചാമ്പലാവും. അങ്ങനെ കത്തിച്ചാമ്പലായ പിന്നെ രാമുവിന്റെ കണ്ണോപ്പറേഷൻ നടക്കൂ? ഇല്ല. രാമുവിന് കാഴ്ച കിട്ടണമെന്ന് നിനക്ക് മോഹമില്ലേ? ഉണ്ട്. ആ മോഹം ഞാൻ സാധിച്ചു തരും. സാറേ, സാറേ, ജയന്തി സാറുണ്ടോ ഇവിടെ? ഞാൻ പിന്നെ സെന്റിനെ മണടിച്ചപ്പോഴേ മനസ്സിലായി. നമ്മുടെ ലക്ഷ്മിയും വാസന്തിയും ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന് നമ്മുടെ നാണിത്തള്ള പറഞ്ഞേ. അവരില്ല ഇവിടെ. അവരിവിടെ ഉണ്ടടാ രാമു. ലക്ഷ്മി, ലക്ഷ്മി നിന്റെ ഭാഗ്യവാടാ. നിനക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ അവൾ തയ്യാറാ, അല്ലേ ലക്ഷ്മി? ആളടുത്തുണ്ടോ? പിന്നെ ആള് വലിയ സന്തോഷത്തിലാ. ലക്ഷ്മിട്ടിയെ, എവിടെയാ നീ? ഫോട്ടോ എടുത്ത് കഴിഞ്ഞോ? സാറേ, ഒരു ഫോട്ടോ എനിക്ക് തരണം കേട്ടോ. പിന്നെന്താ, കാഴ്ച കിട്ടുമ്പോ കാണാലോ. വാസന്തിയോ? അവളിവിടെ ഉണ്ട്. വാസന്തി, വാസന്തി, ഞാൻ പറഞ്ഞൊന്നും മറന്നിട്ടില്ലല്ലോ. ഇവിടെ ഇങ്ങനൊന്നും നടന്നിട്ടില്ല. ആരും ഒന്നും അറിഞ്ഞിട്ടുമില്ല. അറിഞ്ഞാൽ
എനിക്കറിയാം, ആരും അറിയില്ല. നീ ബുദ്ധിയുള്ളവളാ. ഡേ, രാമ വിളിക്കുന്നു, ചെല്ലേ. വാസന്തി, ചാരു പോയോ? ഞാനിവിടെ ഉണ്ടടാ. എന്നാ ഞങ്ങള് പോയിക്കോട്ടെ. ആ, ഡോക്ടറോട് ചോദിച്ചിട്ട് ഓപ്പറേഷൻ തീയതി ഞാൻ അറിയിക്കാം. സാറിന് 100 പുണ്യം കിട്ടും. എങ്ങനെയാ നന്ദി പറയണ്ടേന്ന്? അതൊന്നും വേണ്ടടാ. നിനക്കും നിന്റെ കുടുംബത്തിനും വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യും. എന്നാ ഞങ്ങള് ആ, ലക്ഷ്മിട്ടിയേ. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഒരു നിമിഷം ഈശ്വര ധ്യാനം. ഈ ഗ്രാമനിവാസികൾക്ക് ആട്, പശു, കോഴി, താറാവ് തുടങ്ങിയ വിതരണം ചെയ്യുന്ന ഈ മേള ഉദ്ഘാടനം ചെയ്യുവാൻ നമുക്ക് ഇദ്ദേഹത്തെ കിട്ടിയത് ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു. സമയക്കുറവ് മൂലം ഞാൻ ആരുടെയും പേര് പ്രത്യേകിച്ചെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും സ്വാഗതം. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, മറ്റു മെമ്പർമാരെ, പ്രിയമുള്ള ശ്രീ കൃഷ്ണൻ നായർ, സർവോപരി വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത നന്മ നിറഞ്ഞവരായ എന്റെ ആത്മാവിന്റെ ആത്മാവായ വള്ളിക്കുന്ന് നിവാസികളെ, മഹാത്മജി പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുന്നത് ഗ്രാമങ്ങളുടെ വളർച്ചയാണ്, ഗ്രാമങ്ങളുടെ ഉയർച്ചയാണ്, ഗ്രാമവാസികളുടെ തിരിച്ചറിവാണ്. ഈ മഹാഭാരത ഭൂമിയിൽ ബഹുഭൂരിപക്ഷവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ്. അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ പോലും കഴിയാതെ അശരണരായി അവർ ജീവിക്കുന്നു. അവരിൽ പ്രതികരണശേഷിയും അധ്വാനശേഷിയും വളർത്തിയാലേ നമ്മുടെ നാട് വളരുകയുള്ളൂ. പൊള്ളയായ വാക്കുകളേക്കാൾ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവനാണ് ഞാൻ. നമ്മുടെ പ്രിയങ്കരനായ കവി പാടിയ ഈ ഇരടികൾ ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. അധികം നീട്ടുന്നില്ല, നിങ്ങളുടെ കരുവാകത്തോടെ ഈ വികസന പദ്ധതി ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. അഞ്ചിൽ ലഡു വേണമല്ലോ. ഉണ്ണിബാല, എടുത്തു കൊടുക്കണ, ഞാൻ ഇവിടെ വിളമ്പുക. ഓ, ഇതല്ലേ ലഡു? ആ, ഇതാ 2 ഏത്തപ്പഴം കൂടി. ഓ, വിരുന്നാര് വല്ല ഉണ്ടോ കാർത്തോയ്? നമുക്കെന്നും വിരുന്നുകാരല്ലേ രാമുവേ. ഉവ്വ ഉവ്വ. 5 ലഡു 2 ഏത്തപ്പഴം. എത്ര ഉണ്ണിമാല? 8 രൂപ. 8 രൂപ. ദാ. ഈ 10 നോട്ട് എടുക്കില്ലല്ലോ. ഇപ്പോഴത്തെ നോട്ടൊക്കെ ഇങ്ങനത്തെയാ. ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്ത് പുതിയത് വാങ്ങിച്ചൂടെ? ഓ, ഞാനിപ്പോ ബാങ്കിൽ പോണു. എന്താ എന്താ പ്രശ്നം? കൃഷ്ണേട്ടാ, ദേ ഈ നോട്ടൊന്ന് നോക്കിയാൻ. ഓ, വെയിലത്തൊന്നും വന്ന് കേറിയതൊന്നും ഒന്നും കാണാൻ വയ്യ. ഒരു ഇരുട്ട് പോലെ. നീ വാങ്ങിച്ചിടറാ, നമ്മുടെ കാർത്തു അല്ലേ. കണ്ണുള്ളവരെക്കാൾ കാഴ്ച ഇവന്. കളിയാക്കല്ല പെങ്ങളെ. പിന്നെ കൃഷ്ണേട്ടോ, അങ്ങോട്ട് ഇരുന്നോ, ഞാൻ എന്റെ പണി തുടങ്ങട്ടെ. നീ എവിടെ ഇരിടാ?
കവലയിലൊക്കെ ആള് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഓ, എങ്ങനെയുണ്ടായിരുന്നു മീറ്റിംഗ്? കലക്കി. കളിക്കോ? ആര്? അതല്ലടാ, ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞതാ. ഓ, അങ്ങനെ. തോമസ് സാറിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആഹാ. അളന്ന് മുറിച്ച് കുറച്ചേ പറഞ്ഞുള്ളൂ. പക്ഷെ പറഞ്ഞതുണ്ടല്ലോ 100 കിലോ തൂക്കമുള്ള കാര്യങ്ങളാ. നമ്മുടെ നേതാക്കന്മാര് പലരും അങ്ങേരെ കണ്ടു പഠിക്കണം. എന്തൊരു വിനയം, എന്തൊരു എളിമ. ഓ, പാവങ്ങളോടൊക്കെയുള്ള സ്നേഹമുണ്ടല്ലോ, ഒന്ന് കാണേണ്ടത് തന്നെ. കൃഷ്ണേട്ടൻ പറഞ്ഞു നേരാ. ദൈവമാ തോമസ് സാറ്. ഇല്ലെങ്കിൽ എന്നെ പോലെ ഒരാൾക്ക് കണ്ണ് കിട്ടാൻ വേണ്ടി ഇത്രയ്ക്ക് പാടുപെടോ? എന്ത് മെച്ചുണ്ടായിട്ടാ തോമസ് സാറിന്? അതാടാ ഞാൻ പറഞ്ഞത്, അങ്ങേരെ പോലുള്ളവർ ഈ നാട് ഭരിക്കണം. എന്നാലേ പാവങ്ങൾക്ക് രക്ഷയുള്ളൂ. കാഴ്ച കിട്ടിയിട്ട് വേണം ബംഗ്ലാവിൽ ചെന്നൊന്ന് കണ്ടു തൊഴാൻ. ആഹാ, തൊഴുതാ മാത്രം പോരാ, ഒരു പാട്ടും പാടി കേൾപ്പിക്കണം. ആട്ടെ, കാഴ്ച കിട്ടിയാൽ ആദ്യം ആരെ കാണാൻ അതിന്റെ മോഹം? അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഉറ്റ ചങ്ങാതിയായ എന്നെ അല്ലടാ. അമ്പടാ, കണി കാണാൻ കണ്ടയാള് നിന്റെ ഈ മോന്ത കണ്ട കാഴ്ച കിട്ടിയ കണ്ണ അപ്പൊ പൊട്ടും. എന്നെയല്ലേ? അയ്യോ, അതിൽ ഭേദം കാഴ്ച കിട്ടാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാരും കാണാൻ കൊതിയാവും എനിക്ക്. എന്നാലും എനിക്ക് കണ്ണു തരുന്ന ആളെ തന്നെയല്ലേ ആദ്യം കണ്ടത് കൃഷ്ണേട്ടാ. ഓ, രമണന്റെ ചന്ദ്രിക. അതറിയാൻ വേണ്ടി തന്നെയാടാ ചോദിച്ചത്. കണ്ണെഴുതി പൊട്ടും തൊട്ട് പൂവും ചൂടി പെൺകുട്ടികളും മുന്നിൽ വന്ന് നിന്നാ കാണാൻ നല്ല ചന്ത ഉണ്ടാവില്ലേ? ഉണ്ടാവൂലെന്നോ? കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? വേണ്ട, കണ്ടോളാം, ഒക്കെ ഞാൻ കണ്ടോളാം. അവളെ കാണുമ്പോ പാടാൻ ചങ്കിനകത്തൊരു പാട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. ഓ, ഒന്ന് പാടടാ. ഞങ്ങളും കേക്കട്ടെ. ഓ,
ആകാശം എന്തായാലും എന്റെ ബെരട്ട് ശരിക്കും ഏറ്റിട്ടുണ്ട്. സംഗതി അവളുമാര് പുറത്തു വിട്ടിട്ടില്ലെന്നുള്ളത് ഉറപ്പാ. എങ്കിലും ഒരു തടവയ്ക്കാനുള്ള മുൻകരുതലൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എങ്ങനെ? അതൊക്കെ ഒരു തന്ത്രമാണ് എന്റെ വിനോദേ. എന്ത് തന്ത്രം ചെയ്താലും വേണ്ടിയില്ല, അതുങ്ങളെ ഒന്നുകൂടി വിളിപ്പിക്ക് തോമാച്ച. നീ ആള് കൊള്ളാമല്ലോടാ. ഡൽഹിയിൽ നിന്നൊരു കോളുണ്ട്. ഹലോ, യാ ഡാഡിയാണോ? വിനോദ ഡാഡി? ഫൈൻ. അത് പിന്നെ പറയാം. നോ ഡാഡി, നെവർ നെവർ. യാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. യാ നമസ്കാരം ഭാസ്കർജി. ഒരു കുഴപ്പമില്ല. കൊഞ്ചും ചെറുമീനും ഒക്കെ കൂട്ടി നല്ല കുട്ടിയായിട്ടിരിക്കുക. ബൈ ദ ബൈ, അവിടുത്തെ പ്രോബ്ലം എന്തായി? അതൊരു പ്രശ്നമേ അല്ല. ഒരാഴ്ചയോ ഒരു മാസമോ എത്ര നാൾ വേണമെങ്കിലും എന്റെ കൂടെ നിന്നോട്ടെ. ദിസ് പ്ലേസ് ഈസ് മോസ്റ്റ് കംഫർട്ടബിൾ ഫോർ ഹിം. അവിടുത്തെ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് കൊണ്ടുപോയാൽ മതി. വിനോദിന് കൊടുക്കണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. നിന്നെ ഡാഡിക്ക് ഒട്ടും വിശ്വാസമില്ല കേട്ടോ. ഞാൻ കൊടുത്ത് ഉറപ്പൊക്കെ കേട്ടല്ലോ. നല്ല കുട്ടിയായിട്ട് ഞാൻ പറഞ്ഞ കാര്യം ശരിയാക്കി തന്നില്ലെങ്കിലുണ്ടല്ലോ. എന്താ തോമാച്ച, ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? ചന്ദ്രു, വാ വാ വാ. ഇത് നമ്മുടെ ഭവാനിയമ്മയുടെ മൂത്ത മോനാ. സാറിനെ വന്ന് കാണണമെന്ന് മേസ്ത്രി പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടതാ. എന്താണാവോ? നാണമില്ലടാ നിനക്ക് ആ രാമുവിന്റെ പിച്ചച്ചട്ടി കൈയിട്ട് വരാൻ. ചട്ടം പിത്തരം കാണിച്ചിരുന്ന അച്ഛനെ പോലെ കിടക്കാവുന്നതാണോ? അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? വലത്തെ കാലിന് ഇത്തിരി സ്വാധീനമുണ്ട്, അതുകൊണ്ടുള്ള മേട ഇപ്പൊ. കൊള്ളാം. ഞാൻ നിന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ. പറമ്പിലെ കാര്യങ്ങൾ നോക്കാൻ മേസ്ത്രിയും കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല. നീയും കൂടെ കൂടിക്കോ. ചട്ടം പിത്തരം ഒന്നും കാണിക്കാതെ മര്യാദയ്ക്ക് നിന്നോണം. ഒന്നും അടിക്കുന്നോ? അയ്യോ പിടിയടാ. ഞാൻ ഈ കാര്യത്തിൽ വലിയ ഭവ്യതൊന്നും വേണ്ടടാ. വേണമെങ്കിൽ ഒന്ന് അടിച്ചോ. എന്നാ. അയ്യോ സോഡ വേണ്ട. ഓ മൈ ഗോഡ്, ഇങ്ങനെ കഴിച്ചാൽ ലിവർ അടിച്ചു പോകും. വെള്ളം ഒഴിച്ചാൽ അതിന്റെ എരും പുളിയൊക്കെ പോകും, അതുകൊണ്ടാ. പിന്നെ ഭവാനിയമ്മ എന്താ ഇപ്പൊ ഇങ്ങോട്ട് കാണാത്തെ? ആ തള്ളേന്റെ കാര്യമൊന്നും പറയണ്ട സാറേ. 2 ദിവസം പണിയെടുത്താ 3 ദിവസം കിടപ്പാ. അപ്പൊ ആള് കിടപ്പിലാണോ? ഞാൻ വീട്ടിലേക്ക് പോയിട്ട് 3-4 ദിവസമായി. ഒരു പണിയേ, ഇത് ഭവാനിയമ്മയ്ക്ക് കൊടുത്തേക്ക്. മരുന്ന് വല്ലതും വാങ്ങിച്ച് കഴിക്കാൻ പറ. പിന്നെ സുഖമില്ലെങ്കിൽ അവര് വരണ്ട, വാസന്തിയോട് വരാൻ പറ. 10 രൂപ കിട്ടുന്നെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലോട്ട് ആയിക്കോട്ടെ. എന്താ പറയാം, പറ്റേ സാറേ. രൂപ വീട്ടിൽ കൊടുക്കണം, ഞാൻ ചോദിക്കും. തന്ത്രം എന്താണെന്ന് ഇപ്പൊ മനസ്സിലായോ? മന്ത്രം പഠിച്ചവൻ തന്ത്രി, തന്ത്രം പഠിച്ചവനോ മന്ത്രി. ലക്ഷ്മി, കുറെ നേരമായാലോ രണ്ടുപേരും കൂടെ പുന്നാരം തുടങ്ങിയിട്ട്. വന്ന് അവർക്ക് കാപ്പി എടുത്ത് കൊടുക്കുവണ്ണേ. വെറ്റില പാത്രം വെച്ചിരിക്കണേ. വരുന്നു മോനെ. എനിക്ക് 9 വയസ്സുള്ളപ്പോ അച്ഛൻ മരിച്ചു. സ്കൂളിൽ പോക്ക് നിർത്തി അന്ന് ഇറങ്ങിയതാ പണിക്ക്. ചേച്ചിയെ കെട്ടിച്ചു. ഇപ്പോ ഞാനും അമ്മയും മാത്രം. സ്വന്തമായി 5 സെന്റ് മണ്ണുണ്ട്, അതിലൊരു കൊച്ചു വീടും. തേച്ചിട്ടില്ല, ഇനി വേണം ഒക്കെ ചെയ്യാൻ. അല്ലെങ്കിലും പെണ്ണും പെടക്കോഴി ഉണ്ടെങ്കിലല്ലേ
കാര്യങ്ങൾക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവുള്ളൂ. തീരെ വയ്യാത്തോണ്ടാ, ഇല്ലെങ്കിൽ തള്ളയും കൂടെ വന്നേനെ. അച്ഛനാ. ഓ ഇരിക്കേ. നിനക്ക് എന്ത് പണിയാന്നാ പറഞ്ഞേ? താറാവ് കൃഷിയാ. ഓ, താറാവുകാരന്മാർ ചെല്ലുന്നിടത്തൊക്കെ സംബന്ധം കൂടുന്ന കൂട്ടരാ. നമ്മുടെ പയ്യൻ അക്കൂട്ടത്തുള്ള ആളല്ല. എന്തായാലും 10 റുപ്യന്റെ പോലും സ്ത്രീധനം വേണ്ടാന്ന് പറഞ്ഞല്ലോ. അതൊരു വലിയ കാര്യമാ. അല്ല, നാട്ടുകാരും പറഞ്ഞിങ്ങനെ ഇരുന്നാ മതിയോ? മറ്റു കാര്യങ്ങള് എന്നാ വാസന്തി ഇങ്ങോട്ട് വിളിച്ചോളൂ. തുലാം 12-ാം തീയതി നല്ലൊരു മുഹൂർത്തം ഉണ്ട്. 12-ാം തീയതി എന്ന് പറയുമ്പോ വളരെ അടുത്ത് പോയല്ലോ കണിയാരെ. അല്ല, ഇത് എന്തിനാ വെച്ചിങ്ങനെ നീട്ടണേ? ഒന്നും വേണ്ടെന്ന് രാജപ്പൻ പറഞ്ഞെങ്കിലും വെറും കൈയോടെ ഇറക്കി വിടാൻ പറ്റുമോ? ഓ, ഇനിയിപ്പോ നീട്ടി തന്നാ നീ എന്ത് കോപ്പ എടുത്ത് കൊടുക്കാൻ പോണത്? അച്ഛനൊന്നും മിണ്ടാതിരി. കൃഷ്ണേരനെ കണ്ടില്ലല്ലോ. ദാ അങ്ങോട്ട് കൊടുക്കും മോളെ. ചെറുക്കനെ ആദ്യം കൊടുക്ക്. രാജപ്പോ കാര്യമായിട്ടൊന്നും ഇല്ലാട്ടോ, ഒരു ചടങ്ങായിട്ട് കൂട്ടിയാ മതി. പെണ്ണിനോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാട്ടോ. കാമുവേ, കൃഷ്ണേരൻ എത്തിയില്ലോ. തോമസ് സാറും കൂട്ടരും പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, ഇങ്ങോട്ടോ? ആ, ഊര് ചുറ്റാൻ ഇറങ്ങിയതാ. വഴിയിൽ വെച്ച് എന്നെ കണ്ടു. വിവരങ്ങൾ അറിഞ്ഞപ്പോ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. വരണ്ടാന്ന് പറയാൻ പറ്റുമോ? എന്നാലും ഇവിടെ ഇരിക്കാനൊന്നും. അതൊന്നും സാരമില്ലടാ. ഇരിക്കെ, എല്ലാരും ഇരിക്കേ. സാറിന്റെ മുമ്പിൽ ഇവരിയ്ക്കുവോ? ഇതാണ് പയ്യനല്ലേ? അതെ. ഇരിക്കടോ. വേണ്ട, ഞാൻ നിന്നോളാം. സാർ ഇരുന്നാട്ടെ, എനിക്ക് എഴുന്നേക്കാൻ. അറിയാം. ഇരിക്കാനൊന്നും സമയമില്ല. ഞങ്ങളും ചുറ്റാ ഇറങ്ങിയതാ. വാസന്തിയുടെ കല്യാണ വിഷയം എന്താ? ഞങ്ങളെ ഒന്നും അറിയിക്കാത്തെ? നിങ്ങളൊക്കെ വിളിക്കാന്ന് വെച്ചാ. വിഷമിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ പിന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഞങ്ങളിങ്ങനെ പോയപ്പോ ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. വന്ന സ്ഥിതിക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവായിരുന്നു. ആ, ഞാനത് പറയാൻ നാവങ്ങോട്ട് വളച്ചതേ ഉള്ളൂ. ഞങ്ങളുടെ ചായ കുടിക്കാവോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എനിക്കങ്ങനെ ജാതിമത വ്യത്യാസമോ വലിപ്പച്ചെറുപ്പോ ഒന്നും ഇല്ലെന്ന് ഇവൻ അറിഞ്ഞൂടെ? വിനോദേ, രാമു അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോവാം. എന്താ? ഷോ, വാ ഇരിക്കെ. ഇരിക്ക് ജയന്തി. വേണ്ട, ഞാനിവിടെ നിന്നോളാം. ആ, നിങ്ങളും ഇരിക്കേ. അപ്പോ എന്നേക്കാ കല്യാണം? തുലാം 12-ന് ഒരു മുഹൂർത്തം ഉണ്ടെന്ന് കണിയാര് പറഞ്ഞു. നന്നായി. നല്ല കാര്യങ്ങൾ നല്ല സമയത്ത് തന്നെ നടത്തണം. ദിവസം വളരെ അടുത്തു പോയി. കാര്യങ്ങൾ നടത്തി കൂട്ടുന്ന കാര്യം ആലോചിക്കുമ്പോ അതൊക്കെ നടക്കൂടാ. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാനില്ലേ ഇവിടെ? അയ്യോ, നനഞ്ഞടം കുഴിക്കുന്നത് ശരിയാണോ? കണ്ണോപ്പറേഷൻ എന്നെ ഒത്തിരി കാശാവുന്നല്ലേ സാറ് പറഞ്ഞേ. പണം ഓരോ ആവശ്യങ്ങൾക്കുള്ളതല്ലേടാ. എത്രയാന്ന് വെച്ചാ നീ പറഞ്ഞാ മതി. ഓ ദൈവ ഞങ്ങളുടെ ഇതിനെന്താ ഞാൻ ചെയ്യണ്ടേന്ന്? നിനക്ക് ചെയ്യാൻ പറ്റണത് ചെയ്താ മതി. എന്താ കൃഷ്ണേട്ട പറയണേ? കൊട്ടിപ്പാടാനല്ലാതെ എന്നെ കൊണ്ട് എന്താ പറ്റാ? അത് തന്നെയാ പറഞ്ഞേ. നല്ല അസലൊരു പാട്ടൊന്ന് പാടുക, അല്ലേ തോമസ് സാറേ? ആ, ബംഗ്ലാവിൽ ഒന്ന് പാടാൻ വേണ്ടി ഓർത്തോർത്ത് ഉണ്ടാക്കിയതാ. മുഴുവൻ അങ്ങോട്ട് ശരിയായിട്ടുണ്ടോന്ന് അറിയില്ല. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതൊന്നും കുഴപ്പമില്ല. നീ പാടടാ.